ഭൂമി ഇടപാട് ഹൈക്കോടതി ശരിവച്ചു. എന്നാൽ HMTയിൽ നിന്ന് വാങ്ങിയ ഭൂമി ബ്ലൂ സ്റ്റാർ റിയൽ എസ്റ്റേറ്റ്സ് വ്യാവസായിക ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത്തരം പദ്ധതികൾ സഹായകരമാവുമെന്ന് ഹൈക്കോടതി വിലയിരുത്തി. സൈബർ സിറ്റി നിർമ്മാണത്തിനായി മുംബൈയിലെ ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിന് 70 ഏക്കർ ഭൂമി വിൽപ്പന നടത്തിയത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികൾ തീർപ്പാക്കിയാണ് ചീഫ് ജസ്റ്റിസ് SR ബന്നൂർ മഠും ജസ്റ്റിസ് കുര്യൻ ജോസഫും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നൽകിക്കൊണ്ട് സർക്കാർ നൽകിയ 100 ഏക്കർ ഭൂമി കൈമാറാൻ HMTക്ക് അവകാശമില്ലെന്ന് പരാതിപ്പെട്ടായിരുന്നു ഹർജികൾ. എന്നാൽ ഭൂമി കൈമാറുന്നതിന് HMTക്ക് നിയമപരമായ അവകാശമുണ്ടെന്നും കൈമാറുന്ന ഭൂമി വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും കോടതി നിർദ്ദേശിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്നും ഇളവ് നൽകിക്കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിലെ ഈ വ്യവസ്ഥ ഭൂമി കൈമാറ്റം ചെയ്താലും നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ച, കൂടുതൽ തൊഴിലവസരങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ ലക്ഷ്യമിട്ടാണ് വ്യാവസായിക ആവശ്യത്തിനു മാത്രമേ ഭൂമി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2000 ജൂലൈ 4-നാണ് വ്യാവസായിക ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയോടെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കി 100 ഏക്കർ ഭൂമി HMTക്ക് നൽകിയത്. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തൃശൂരിലെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സെന്ററും ഏതാനും സംഘടനകളും കോടതിയെ സമീപിച്ചത്. ഭൂമി കൈമാറ്റത്തെക്കുറിച്ച് CBI അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോടതി ഈ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല. മനോരമ ന്യൂസ്, കൊച്ചി. HMT കേസിലെ ഹൈക്കോടതി വിധി സർക്കാർ നിലപാട് ശരിവയ്ക്കുന്നതാണെന്ന് മന്ത്രി എളമരം കരീം. കമ്പനിയുമായി ചർച്ച നടത്തി സൈബർ സിറ്റി പദ്ധതിയുമായി മുന്നോട്ടു പോകും. പദ്ധതി വൈകിപ്പിക്കാൻ മാത്രമാണ് പൊതുതാൽപര്യ ഹർജി കൊണ്ട് സാധിച്ചതെന്നും കരീം കുറ്റപ്പെടുത്തി. ഈ വിധി HMTയുടെ ട്രാൻസാക്ഷൻ ലീഗലാണെന്ന് പറഞ്ഞ കോടതി ആ ഭൂമി വ്യവസായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിബന്ധന വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളും വെച്ച നിബന്ധന ഏതാണ്? ഈ ട്രാൻസാക്ഷൻ ശരിയാണെന്ന് കേരള ഗവൺമെന്റ് പറയുമ്പോഴും വ്യവസായ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അന്നത്തെ യോഗത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ നിബന്ധന അനുസരിച്ച് അവിടെ വ്യവസായ സ്ഥാപനം, IT വ്യവസായമോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങൾ വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ പ്രോജക്റ്റ് ശരിപ്പെടുമെന്ന് പ്രതീക്ഷിക്കാൻ നോക്കി. കേസിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ജോയ് കൈതാരം മനോരമ ന്യൂസിനോട് പറഞ്ഞു. മിച്ചഭൂമിയായി ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി ഭൂരഹിതർക്ക് കൊടുക്കേണ്ടതാണ്. ആ ഭൂമി ഒരു കാരണവശാലും വിൽപ്പന നടത്താൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വാദം. അതിന് ഞങ്ങൾ തീർച്ചയായും ഈ വിധിക്ക് ശേഷം സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരള ഭൂപരിഷ്കരണ നിയമത്തെ സംരക്ഷിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. ഇത് കച്ചവടം നടത്തി പണം സമ്പാദിക്കാം എന്ന് മോഹിച്ചിരുന്ന ബ്ലൂ സ്റ്റാറിനും അതുമായി ബന്ധപ്പെട്ട് വന്ന മറ്റു ആളുകൾക്കുമൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു തിരിച്ചടിയായിട്ടുണ്ട് ഈ വിധിയിൽ നിന്ന് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. ഹൈക്കോടതി വിധി അനുസരിച്ച് സൈബർ സിറ്റി പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സ് ജനറൽ മാനേജർ KV ജോൺ പറഞ്ഞു. ഭൂമി ഇടപാടിനെക്കുറിച്ചുണ്ടായ വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഇതോടെ ഇക്കാര്യങ്ങൾ വ്യക്തമായെന്നും അദ്ദേഹം മനോരമ ന്യൂസിനോട് പറഞ്ഞു. Court has upheld our issues, that is HMT has the right to sell the land and whatever the exemption given to the HMT is applicable to us also.